ഇപ്പൊ മെർജാന്റെ വീട്ടില് അവരുടെ പ്രൊജക്ട് ലോഞ്ചിങ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷത്തോടെ അവിടേക്ക് വന്ന മെർജാൻ പറയും ഇതെന്റെ ഫ്രീഡത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന്. ഈ ഒരു ടൈം അവിടേക്ക് വന്ന ആദേശും മെർജാന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, നീ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന്. അപ്പൊ മെർജാൻ പറയും, ശരിക്കും ഞാൻ സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു പ്രൊജക്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ എന്താ ഇത്രയ്ക്കും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് എന്ന് മെർജാനും ആദേശിനോട് ചോദിക്കുമ്പോ അവനും പറയും, ഇതൊക്കെ കണ്ടിട്ടുള്ള നിന്റെ ഈ സന്തോഷം കാണുമ്പോ നിന്നെ വിഷമിപ്പിച്ചതില് എനിക്ക് ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ട്. മെർജാനും അത് വിശ്വസിക്കാതെ സത്യമാണോ എന്ന് അവനോട് ചോദിക്കുമ്പോ അതിലെന്താ ഇത്ര അത്ഭുതപ്പെടാനെന്ന് ആദേശം അവളോട് ചോദിക്കും. അപ്പൊ മെർജാന് പറയും, ഏത് സമയത്തും വളരെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും അല്ലാതെ നീ ഒന്ന് ചിരിക്കുന്നത് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. നീ എന്റെ അടുത്ത് വന്ന് ഇതേപോലെ മാപ്പ് പറയുമ്പോ അതൊക്കെ വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ട ആദേശം പറയും, എല്ലാത്തിനും അതിൻ്റെതായ സമയവും സന്ദർഭവും ഉണ്ട്. അപ്പൊ മെർജാന് പറയും, ഈ ഒരു സമയവും സന്ദർഭവും അതിന് പറ്റിയതല്ല എന്ന്. അത് കേട്ട ആദേശം അവിടെ നിന്ന് പോകുമ്പോഴാണ് മെർജാൻ അവനോട് പറയുന്നത്, ചിലപ്പോ നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അതിനുള്ള സമയം വരുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം അതിനുശേഷം മാത്രമേ നല്ലതാകൂ. പ്രത്യേകിച്ച് അതെനിക്ക് ഉറപ്പാണ്. മെർജാനി പറഞ്ഞതെല്ലാം വളരെ ടെൻഷനോടെ കേട്ടു നിന്ന ആദേശം കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഡെമറ്റും അവളെ കാണാൻ വേണ്ടി വരുന്നത്. ഡെമറ്റിനെ കണ്ടിട്ട് ആദേശം അവിടെ നിന്ന് പോകുമ്പോ അവളും മെർജാനോട് പറയും, ഇവൻ ഇതെന്തൊരു മനുഷ്യനാണല്ലേ എന്ന്. ഇപ്പൊ അസ്ലിയും അവളുടെ അമ്മയോട് പറയും, മുറാട്ടിന്റെ സ്ഥാനത്ത് അന്ന് മെർജാൻ മരിച്ചാൽ മതിയായിരുന്നു. മുറാട്ട് വെറും ഒരു യൂസ്ലെസ് ആയിരുന്നു. പക്ഷെ മെർജാൻ അവൾ അങ്ങനെയല്ല. അവൾ ഒറ്റയ്ക്കാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുറാട്ട് മരിച്ചതിൽ ഹൈദറിന് വിഷമമില്ലാത്തത്. ഹൈദറിനെല്ലാം മെർജാനാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അയാൾക്ക് വേദനിക്കൂ. ഇവർ രണ്ടുപേരും ഇതേപോലെ സംസാരിക്കുന്ന സമയത്താണ് ജമാലും അവിടേക്ക് വന്നിട്ട് ആദേശ് അസ്ലിയെ കാണണമെന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടേക്ക് ചെല്ലുമ്പോ ആദേശം അവരോട് ചോദിക്കും, ഈ ഒരു പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇതേവരെ സാധിച്ചിട്ടില്ല. അപ്പോ അസ്ലിയും അതിനുള്ള ഒരു മാർഗം തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറയുമ്പോ ജമാലും ആദേശിനോട് ഒരു ഐഡിയ പറയും. പക്ഷെ ആദേശ് അതിന് സമ്മതിക്കാതെ പറയും, അതുകൊണ്ട് മാത്രമൊന്നും അവർ ആ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടൊരു സൊല്യൂഷൻ തന്നെ നമ്മൾ ഇതിനു വേണ്ടി കണ്ടുപിടിക്കണം. ഇതൊന്നും അറിയാതെ പാവം മെർജാനും പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഡെമറ്റും അവളോട് ചോദിക്കും, ആദേശ് എങ്ങനെയാണ് ഇത്ര വേഗം ഇതിന് സമ്മതിച്ചതെന്ന്. മെർജാനും പറയും, ഞാനും വിചാരിച്ചിരുന്നില്ല ആദേശ് ഇതിന് സമ്മതിക്കുമെന്ന്. പക്ഷെ അവനൊരു ജെന്റിൽമാൻ ആണ്. ന്യൂസ് വഴി എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇനി ഞാൻ അവരുടേക്ക് മുൻപിൽ ഇൻസൾട്ടഡ് ആവേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അവനും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത്. അങ്ങനെ ഡെമറ്റും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവിടെ കിടന്നിരുന്ന ഒരു ടേബിൾ എടുത്തു മാറ്റാൻ മെർജാനും ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ വെയിറ്റ് കൊണ്ട് അവളെ കൊണ്ട് മാത്രം അത് മാറ്റാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത് കണ്ടിട്ട് ആദേശം അവളെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ടേബിൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ അതിലുണ്ടായിരുന്ന കുറച്ച് പൂക്കളെല്ലാം താഴേക്ക് വീണു പോകും. അപ്പൊ ആദേശം അതെല്ലാം എടുക്കുമ്പോഴാണ് റോസിന്റെ മുള്ളുകൊണ്ട് അവന്റെ കയ്യിൽ നിന്നും ചോര വരുന്നത്. അത് കാണുമ്പോ തന്നെ മെർജാന് വേഗം തന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ആ ബ്ലഡ് എല്ലാം തുടച്ചു കൊടുക്കും. ഇതെല്ലാം കണ്ട ആദേശം മെർജാന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് നസീറും വരുന്നത്. അതോടെ വളരെ കാമായിരുന്ന ആദേശം പെട്ടെന്ന് മൂടുമാറി വളരെ ദേഷ്യത്തിലാകും. നസീറിനെ കാണുമ്പോ ആദേശം വയലന്റ് ആകുമോ എന്നോർത്തിട്ട് നന്നായി പേടിച്ചാണ് മെർജാനും അവിടെ നിൽക്കുന്നത്. പക്ഷെ ആദേശ് ബഹളമൊന്നും ഉണ്ടാക്കാതെ നിന്നെ കാണാൻ നന്നായിട്ടിരിക്കുന്നല്ലോ എന്നാണ് പറഞ്ഞത്. ആദേശ് ഇങ്ങനെ കളിയാക്കിയിട്ട് പോലും നസീർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോ മെർജാനും അവനോട് ചോദിക്കും, നിനക്കിപ്പോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നസീറും പറയും, ഡെമറ്റ് ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിന്റെ പ്രൊജക്ട് പ്രസന്റേഷൻ കൂടെ വിജയിച്ചാൽ ഞാൻ ഹാപ്പിയാകും. എന്നിട്ട് അവനും ബാക്കിയെല്ലാം സെറ്റിൽ എന്ന് ചോദിക്കുമ്പോഴാണ് മെർജാന്റെ മുഖവും മാറുന്നത്. അത് കണ്ട് നസീറും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ മെർജാൻ പറയും, ഞാൻ ഓഫീസിൽ നിന്ന് എന്റെ USB എടുക്കാൻ മറന്നുപോയി. എന്റെ പ്രസന്റേഷന് വേണ്ടിയുള്ളതെല്ലാം അതിലാണുള്ളതെന്ന് പറയുമ്പോ നസീറും അവളോട് പറയും, നീ പാനിക് ആവേണ്ട, നമുക്ക് ഒരുമിച്ച് പോയിട്ട് എടുക്കാം. ഇത് കേട്ട് നിന്ന ആദേശം അവരുടെ ഇടയിലേക്ക് വന്നിട്ട് പറയും, നീ കഷ്ടപ്പെടാൻ നിൽക്കേണ്ട നസീർ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ആദേശ് മെർജാനെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് വരും. ആ ഒരു സമയത്ത് അവളും എല്ലായിടത്തും USB നോക്കുന്നുണ്ടെങ്കിലും അതെവിടെയും കാണില്ല. അപ്പോഴാണ് ആദേശ് അത് താഴെ കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ മെർജാൻ അത് കാണാതിരിക്കാൻ വേണ്ടി വേഗം വന്ന് അത് ചവിട്ടി പിടിക്കുകയാണ്. അങ്ങനെ മെർജാൻ ടെൻഷനോടെ അവളുടെ PA വിളിക്കുമ്പോ അവനും പറയും, പേടിക്കേണ്ട, എന്റെ കയ്യിൽ അതിന്റെ ബാക്കപ്പ് ഉണ്ട്, ഞാനത് എടുത്തു തരാമെന്ന്. അത് കേൾക്കുമ്പോഴാണ് മെർജാനിൽ സമാധാനം കിട്ടുന്നത്. പക്ഷെ അതോടെ ആദേശിന്റെ പ്ലാനിങ്ങും പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെർജാന്റെ അമ്മയും ഹൈദറിനോട് പറയും, പണ്ട് നമ്മൾ ഇതേപോലെ ഇവിടെ വെച്ച് എന്തോരോ പാർട്ടികളെല്ലാം നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോ ഒരു സാമ്പത്തിക പ്രശ്നം വന്നപ്പോ അവരാരും നമ്മളെ ഓർക്കാറ് കൂടിയില്ല. അപ്പോ ഹൈദറും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും,
നമ്മൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ സമ്പന്നരാകും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് ഹൈദർ പറയുമ്പോ മെർജാന്റെ അമ്മയും പറയും, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ ചോദിച്ചതെല്ലാം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ വീടും ഈ സൗഭാഗ്യവുമെല്ലാം നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും അതിന് കഴിയുമെന്ന് പറയുമ്പോ ഹൈദറും അവരോട് പറയും, നീയാണ് എന്റെ ബലമെന്ന്. ഈ ഒരു ടൈമിലാണ് ഡെമറ്റും നസീറും കൂടെ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഡെമറ്റും പറയും, ആന്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പൊ നസീറും ഹൈദരെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, ഷാഹിൻ എന്താണ് പറ്റിയതെന്ന്. എന്നെ പറ്റിക്കാൻ നോക്കിയവനെ ഞാൻ കൊന്നുകളഞ്ഞുവെന്ന് ഹൈദറും നസീറിനോട് പറയും. ഇപ്പൊ അസ്ലീം ജമാലും കൂടെ ഓഫീസില് ഈ പ്രൊജക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ലൂപ്പ് ഹോൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ജമാലും അവിടുത്തെ സ്റ്റാഫിനോട് പറയും, അവരുടെ എഗ്രിമെന്റിന്റെ ഡോക്യുമെന്റ് നന്നായിട്ട് ചെക്ക് ചെയ്ത് അതിൽ ഫില്ല് ചെയ്യാത്ത ഏതെങ്കിലും പേപ്പർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവിടുത്തെ സ്റ്റാഫും ഒരുപാട് നേരം നോക്കി കഴിയുമ്പോഴാണ് ഫില്ല് ചെയ്യാൻ മറന്നുപോയ ഒരു കോപ്പി അതിൽ നിന്നും കിട്ടുന്നത്. അത് കയ്യിൽ കിട്ടുമ്പോ തന്നെ അസ്ലീം ജമാലും കൂടെ അടുത്ത പ്ലാനിങ് തുടങ്ങും. ഇപ്പൊ പാർട്ടി തുടങ്ങാൻ വേണ്ടി എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ടാകും. ജമാലും നല്ലൊരു കിഡിലെ ലുക്കിൽ അവിടേക്ക് വരുമ്പോ ആന്റിയും അവനോട് പറയും, നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. പക്ഷെ അസ്ലി അതൊന്നും മൈൻഡ് ചെയ്യാതെ ആദിഷ് എവിടെയെന്നാണ് ചോദിച്ചത്. അത് കേൾക്കുമ്പോ ജമാലിനും ഒരുപാട് സങ്കടം തോന്നും. അപ്പോ ആന്റിയും അവളോട് ദേഷ്യപ്പെട്ട് പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കെ, അവൻ വരും. ആ ഒരു ടൈമിലാണ് നല്ല സ്റ്റൈലിഷ് ലുക്കില് ആദേശം അവിടേക്ക് വരുന്നത്. അവനെ അങ്ങനെ കാണുമ്പോ തന്നെ അസ്ലിയുടെ മുഖവും നന്നായിട്ട് വിടരും. എന്നിട്ട് അവളും എല്ലാം മറന്ന് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോ ആന്റിയും അവളെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കൂട്ടാക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആദേശം അവിടേക്ക് വരുമ്പോ ആന്റിയും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അവനെ അഭിനന്ദിക്കും. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കിഡിലൻ മേക്ക് ഓവറില് മെർജാനും അവിടേക്ക് വരുന്നത്. മെർജാന്റെ ആ ഒരു ലുക്ക് കാണുമ്പോ തന്നെ ആദേശ് മറ്റെല്ലാം മറന്ന് അവളുടെ ആ സൗന്ദര്യത്തിൽ വീണു പോകും. എന്നിട്ട് അതും ആസ്വദിച്ച് അവിടെ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് നസറിന്റെ മറ്റും കൂടെ മെർജാന്റെ അടുത്തേക്ക് വരുന്നത് അവനും കാണുന്നത്. അതോടെ അവന് വന്ന സന്തോഷമെല്ലാം അതേപോലെ തന്നെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പൊ ഡെമറ്റ് മെർജാനോട് പറയും, നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നസീർ പറയും, ഡെമറ്റ് പറഞ്ഞത് ശരിയാണ്, എല്ലാവരും കണ്ണെടുക്കാതെ നിന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ആദേശ് വേഗം തന്നെ വന്ന് മെർജാനെ അവരുടെ ഇടയിൽ നിന്ന് പിടിച്ചു മാറ്റി അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തും. ഇതെല്ലാം സഹിച്ചു നിന്ന മെർജാനും വളരെ ദേഷ്യത്തോടെ അവനോട് പറയും, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി ആക്ട് ചെയ്ത് നീ വളരെ കഷ്ടപ്പെടേണ്ട. അപ്പോ ആദേശം പറയും, ഇതൊരു ആക്ടിംഗ് അല്ല, ഇതെല്ലാവരും കാണാൻ വേണ്ടി അവർക്ക് ഞാൻ കൊടുത്ത ചെറിയൊരു മെസ്സേജ് മാത്രം. എന്റേത് മാത്രമായി ചിലതൊന്നും ഞാൻ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളൊരു മെസ്സേജ്. ഇത് കേട്ട മെർജാനും പറയും, എന്നെ നിന്റെ സ്വന്തമാക്കി എടുക്കാനായിട്ട് നീ എന്റെ ഓണറൊന്നുമല്ല. അപ്പോ ആദേശം പറയും, തീർച്ചയായിട്ടും അതെ, നിന്റെ അച്ഛനുമായി നടത്തിയ എഗ്രിമെന്റില് അയാളുടെ ബാധ്യതകൾ മാത്രമല്ല ഞാൻ സ്വന്തമാക്കിയത്, അയാളുടെ മകളെയും കൂടെയാണ്. മെർജാനും അത് ഇഷ്ടപ്പെടാതെ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവനോട് അതിന്റെ മറുപടി പറയാൻ വരുമ്പോ ആദേശം പറയും, നീയായിട്ട് വിളിച്ചു വരുത്തിയ ഗസ്റ്റിന്റെ ഒക്കെ മുൻപില് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കതിൽ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇത് നിന്റെ പ്രസന്റേഷൻ ഡേ ആയതുകൊണ്ട് എന്നെ മാക്സിമം ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നിനക്കും നല്ലത്. അപ്പൊ മെർജാന് പറയും, എനിക്കത് നന്നായിട്ട് അറിയാം, കാരണം നീ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളവർ അത് കാണുന്നതോ നമ്മൾ ഇൻസൾട്ടഡ് ആകുന്നതോ ഒന്നും നിനക്കൊരു പ്രശ്നവുമല്ല. അപ്പോ ആദേശം പറയും, എന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അതിന് ഞാൻ മറ്റുള്ളവരെ നോക്കാറില്ല. ഇവർ രണ്ടുപേരും ഇതേപോലെ തല്ലുകൂടിയിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്കും ഗസ്റ്റ് വന്നിട്ട് പറയും, നിങ്ങളുടെ വിവാഹം ഈ ഇടയ്ക്കല്ലേ കഴിഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. അത് കേട്ട് ആദേശം മെർജാൻ കൂടെ അവർക്ക് നന്ദി പറയുമ്പോ അവർ വീണ്ടും പറയും, ഞങ്ങൾ ഇത്രയും നേരം നസറിന്റെ കൂടെ നിങ്ങളുടെ പുതിയ പ്രൊജക്ടിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോ തന്നെ ആദേശിന്റെ മുഖവും മാറും. ആ ഒരു ടൈമില് നസറും അവിടേക്ക് വന്നിട്ട് പറയും, ഈ ഒരു പ്രൊജക്ട് മെർജൻ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതിൽ എനിക്ക് അവളെ കുറിച്ച് അഭിമാനമുണ്ട്. നമ്മുടെ ഈ പ്രൊജക്ടിലേക്ക് ഒരുപാട് വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് നസർ പറയുമ്പോ മെർജാനും അവനോട് പറയും, ഇതെല്ലാം നടക്കുന്നത് നിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നസീർ എന്ന്. ഇതെല്ലാം കേട്ട് നിന്ന ആദേശും അവന്റെ കൺട്രോൾ നഷ്ടപ്പെടാതെ അവനെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഗസ്റ്റും അവനോട് പറയുന്നത്, ആദേശ് നിങ്ങൾ ശരിക്കും ലക്കിയാണ്, ഇതേപോലെ ഇന്റലിജന്റും വളരെ സുന്ദരിയുമായ ഒരു ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അത് കേൾക്കുമ്പോ ആദേശും മെർജാനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, അതേന്ന്. അതോടെ ആദേശിനോട് നസറിന്റെ മനസ്സിലുണ്ടായിരുന്ന പകയും ഇരട്ടിക്കുകയാണ്. ഇത് കണ്ടു നിന്ന അസ്ലീം, ആദേശ് മെർജാനെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് നീ കണ്ടില്ലേ എന്ന് ജമാലിനോട് ചോദിച്ചിട്ട് അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുമ്പോ അവിടേക്ക് നീ ഇപ്പൊ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ജമാലും അവളെ തടയുകയാണ്. അങ്ങനെ മെർജാനും
അവളുടെ ഫാമിലിയുടെ അടുത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ആദേശും അവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ എല്ലാവരും കപ്പിൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. അത് കണ്ടിട്ട് നസീറും നേരെ മേർജന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നമ്മുടെ പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോകുന്ന സന്തോഷം നമുക്കൊരു ഡാൻസ് കളിച്ച് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന്. മേർജൻ അതിന് സമ്മതിച്ച് നസീറിന് നേരെ കൈ നീട്ടുമ്പോഴാണ് ആദിഷ് അവിടേക്ക് വന്നിട്ട് നസീർ പിടിക്കുന്നതിന് മുൻപേ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവളെയും കൊണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ മേർജൻ അത് ഇഷ്ടപ്പെടാതെ അവന്റെ അടുത്തു നിന്നും പോകാൻ തുടങ്ങുമ്പോ ആദിഷ് മറ്റാരും കേൾക്കാതെ അവളോട് പറയും, വെറുതെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അങ്ങനെ മേർജാനും വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ആദിഷിന്റെ കൂടെ ഡാൻസ് ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ അവരുടേതായ ഒരു ലോകത്തേക്ക് പോവുകയാണ്. മേർജാനും മറ്റെല്ലാം മറന്നുകൊണ്ട് റിയൽ കപ്പിൾസിനെ പോലെ അവന്റെ കൂടെ ഡാൻസ് ചെയ്യും. പിന്നീട് അവിടെ ഉണ്ടായിരുന്നവർ കൈയടിക്കുമ്പോഴാണ് മേർജാനും മൂഡ് മാറി റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഈ ഒരു മനോഹരമായ സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.